റമളാനാണ്, ഖിയാമുൽ ലൈലും രാത്രി നിസ്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു പ്രതിഫലം കിട്ടാനുള്ള, കൂലി കിട്ടാനുള്ള മറ്റൊരു മാർഗം, രാത്രി ഖിയാമുൽ ലൈൽ നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ അത് തഹജ്ജുദാണ്. ഉറങ്ങി എണീറ്റ് രാത്രി ഉറങ്ങിയാൽ തന്നെ തഹജ്ജുദിൻ്റെ കൂലി കിട്ടും. ഇപ്പോൾ ഇശാമാരിയുടെ ഇടയിൽ ഉറങ്ങാൻ പാടില്ല എന്നാൽ ചിലപ്പോൾ ആ സമയത്തായിരിക്കും ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. ആൾക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തഹജ്ജുദിൻ്റെ കൂലി കിട്ടുന്നതാണ്. പക്ഷേ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, രാത്രി ഉറക്കം വരുന്നില്ല, എന്ത് ചെയ്യും? റെഡ് ബുൾ അടിച്ചിട്ടോ എന്തുകൊണ്ടാണ് നല്ല ഉറക്കം വരുന്നില്ല? അല്ലെങ്കിൽ പകലിഷ്ടം പോലെ ഉറങ്ങിയ ആളാണ്, രാത്രി ഉറക്കം വരുന്നില്ല. അങ്ങനത്തെ ഒരാൾക്ക് നിസ്കരിച്ചൂടെ? നിസ്കരിക്കും. അതിന് തഹജ്ജുദ് എന്ന് പറയില്ല, ഖിയാമുൽ ലൈൽ എന്ന് പറയും, രാത്രി നിസ്കാരം എന്ന് പറയും, കുഴപ്പമൊന്നുമില്ല. രാത്രി ഉറങ്ങി നിസ്കരിക്കുമ്പോൾ തഹജ്ജുദ് എന്ന് പറയും, ഇല്ല ഖിയാമുൽ ലൈൽ. രണ്ടും ഏകദേശം ഒരേ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിർബന്ധമായും ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാൻ നിൽക്കാവൂ. സുബഹിക്ക് മുമ്പൊക്കെ നമ്മൾ ആ വാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ തഹജ്ജുദിൻ്റെ കൂലി കിട്ടും. പക്ഷേ ബ്രഷ് ചെയ്യണം, അത് മറക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അതിന് രാവിലെ ആ ജോലിക്ക് പോകുന്ന ആ നേരത്തെ തന്നെ ബ്രഷ് ചെയ്യാം. ഉസ്മാൻ അങ്ങനെ അതിലേ തലയാട്ടുന്നുണ്ട്. അപ്പം ഉസ്മാൻ അങ്ങനെ ചെയ്യണ്ട, എണീക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ബ്രഷ് ചെയ്യുക, എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുക. വീണ്ടും ഉറങ്ങി വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്യണം. റമദാനൊക്കെ ആവുന്ന പേസ്റ്റ് ഉപയോഗിക്കേണ്ട, അല്ലാണ്ടൊന്ന് വായ വൃത്തിയാക്കാമല്ലോ. വായിൽ ദുർഗന്ധമുണ്ടെങ്കിൽ വായ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ റമദാൻ്റെ പകലിൽ അതെങ്ങാനും തൊണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ നോമ്പ് ബാത്തിലാവും. അപ്പോൾ വെറുതെ റിസ്ക് നിൽക്കേണ്ടെന്ന് മാത്രം. ഓക്കെ. പക്ഷെ വായക്ക് നാറ്റം തോന്നുന്നുണ്ടോ? ഇപ്പോൾ വായുടെ നാറ്റം അള്ളാഹുവിൻ്റെ അടുത്ത് കസ്തൂരിയേക്കാൾ ഗന്ധമുണ്ട് എന്നാണ് ഹദീസ്. അത് വിചാരിച്ച് ആ കസ്തൂരി എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കണമെന്നൊന്നും അതിന് പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ദുർഗന്ധമായിരിക്കും, പക്ഷെ അള്ളാഹിൻ്റെ അടുത്തത് വലിയ പുണ്യമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ്റെ നോമ്പ് എന്ന ത്യാഗം കൊണ്ടുണ്ടാകുന്ന ദുർഗന്ധം പോലും സുഗന്ധമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിർബന്ധമായും ബ്രഷ് ചെയ്യണം. അതിന് വലിയ കൂലിയാണ്. അള്ളാഹുവിൻ്റെ മലക്ക് നമ്മുടെ വായുടെ അടുത്ത് വന്ന് വായ വെക്കും, നമ്മുടെ വായയോട് ചേർത്ത് മലക്കിൻ്റെ വായ വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ഖാമ അഹദുക്കും യുസല്ലി മിനൽ ലൈൽ ഫൽയസ്തക്, നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഫൽയസ്തക്, സിവാക്ക് ഉപയോഗിക്കണം, മിസ്വാക്ക് ഉപയോഗിക്കണം. ഫഇന്ന അഹദകും ഇദാ ഖറഅ ഫീ സ്വലാത്തിഹി, നിങ്ങൾ ആരെങ്കിലും നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ വദഅ മലക്കും മിനൽ മലായികതി ഫാഹു അലാ ഫീഹി, മലക്കിൻ്റെ വായ നിങ്ങളുടെ വായയോട് ചേർത്ത് വെക്കും. വലാ യഖ്റുജു മിൻ ഫീഹി ഷൈഉൻ ഇല്ലാ ദഖല ഫമൽ മലിക്, വായയിൽ നിന്ന് നമ്മൾ എന്തുച്ചരിക്കുന്നുണ്ടോ ആ വചനങ്ങൾ മലക്കിൻ്റെ വായയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമാ യഖ്റഉ ഇല്ലാ ഫീ വഇദാ ലം യസ്തന്ന, നമ്മൾ മിസ്വാക്ക് ചെയ്യാതെയാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്, വായയിൽ നാറ്റമുണ്ടെങ്കിൽ അത്വാഫ ബിഹി വലം യദഅ ഫാഹു അലാ ഫീഹി, വായ നാറ്റമുള്ളവരുടെ അടുത്ത് മലക്ക് വന്ന് നിൽക്കും, പക്ഷേ വായയോട് ചേർത്ത് വെക്കുകയില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു ബിസ്വാക്ക് ചെയ്താൽ ഇത്ര പ്രതിഫലം ഉണ്ടല്ലോ. ഒരു മലക്ക് നമ്മുടെ വായയോട് മലക്കിൻ്റെ വായ ചേർത്ത് വെക്കുന്നു. അതൊരു ഇൻവിസിബിൾ റലമിൽ ജീവിക്കുന്ന മഹാന്മാരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ.